പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ 5 ക്വസ്റ്റ്യൻസും അതിനോടനുബന്ധിച്ചിട്ടുള്ള അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ കോഡ് 013/2024 M ആണ്. നമുക്ക് വേഗം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര്? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ശ്രീ യു ഷറഫ് അലി. അതാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് ശ്രീ യു ഷറഫ് അലി. കേരള സംസ്ഥാന കായിക കൗൺസിൽ 1954 ചാരിറ്റബിൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ നിയമപ്രകാരം സ്ഥാപിതമായി. അപ്പോൾ കേരള സംസ്ഥാന കായിക കൗൺസിലെ 1954 ചാരിറ്റബിൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ നിയമപ്രകാരം സ്ഥാപിതമായി. ഇത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ. 1974 ഇത് പുനഃസംഘടിപ്പിച്ച് കേരള സ്പോർട്സ് കൗൺസിൽ എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ 1954 ചാരിറ്റബിൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ നിയമപ്രകാരമാണ് കേരള സംസ്ഥാന കായിക കൗൺസിൽ സ്ഥാപിതമായത്. 1974 ഇത് പുനഃസംഘടിപ്പിച്ച് കേരള സ്പോർട്സ് കൗൺസിൽ എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു. പിന്നീട് 2000 കേരള സ്പോർട്സ് ആക്ട് പ്രകാരം കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്നു. അപ്പോൾ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്നത് 2000 കേരള സ്പോർട്സ് ആക്ട് പ്രകാരമാണ്. ഇപ്പോഴത്തെ കൗൺസിൽ പ്രസിഡന്റ് ശ്രീ യു ഷറഫ് അലിയാണ്. വൈസ് പ്രസിഡന്റ് ശ്രീ MR രഞ്ജിത്ത്, സെക്രട്ടറി ശ്രീ വിഷ്ണുരാജ് P ആണ്, IAS ഓഫീസറാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ കണ്ട ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കണം എന്താണ്, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആരാണെന്നാണ് ചോദിച്ചേക്കണം. എൻ്റെ ആൻസർ ശ്രീ യു ഷറഫ് അലിയാണ്. ഇനി അത് വൈസ് പ്രസിഡന്റിന് സെക്രട്ടറിയൊക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിനോടനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ചന്ദ്രയാൻ 3 ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ബി ആണ്, ഷെയ്പ്പാണ് ആൻസർ ബി, ഷെയ്പ്പ്. ലാൻഡറിന് 3 പേലോഡുകളുണ്ട്. ചന്ദ്രന്റെ ഉപരിതല തെർമോഫിസിക്കൽ പരീക്ഷണം അല്ലെങ്കിൽ ചന്ദ്ര സർഫസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ CHASTE എന്ന് പറയാം. അങ്ങനെയാണ് നമ്മൾ മുമ്പ് കണ്ട ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കണം കേട്ടോ. ചന്ദ്രോപരിതലത്തിലെ താപചാലകതയും താപനിലയും അളക്കുന്നു. അതാണ് ചന്ദ്ര സർഫസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ പേലോഡ്. രണ്ടാമത്തെ പേലോഡ് ലൂണാർ സീസ്മിക് ആക്ടിവിറ്റിക്കുള്ള ഉപകരണം, ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ ILSA. ലാൻഡിംഗ് സൈറ്റിന് ചുറ്റുമുള്ള ഭൂകമ്പം അളക്കുന്നതാണ് ILSA എന്ന് പറയുന്നത്. ലൂണാർ സീസ്മിക് ആക്ടിവിറ്റിക്കുള്ള ഉപകരണം അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി. ഇനി മൂന്നാമത്തതാണ് ലാങ്മിയർ പ്രോബ് അല്ലെങ്കിൽ LP എന്ന് പറയാം. പ്ലാസ്മ സാന്ദ്രതയും അതിൻ്റെ വ്യതിയാനങ്ങളും കണക്കാക്കുന്നു. അപ്പോൾ ഇത് 3 നന്നായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. മിക്ക ക്വസ്റ്റ്യനിലും ഈ ചന്ദ്രയാൻ 3യുടെ പല ക്വസ്റ്റ്യനുകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് എപ്പോഴും പേലോഡുകളെ കുറിച്ച് എപ്പോഴും ചോദിക്കാവുന്നതാണ്, അത് പഠിച്ചിരിക്കണം. അടുത്തത് ചന്ദ്രയാനെ കുറിച്ച് 2-3 ക്വസ്റ്റ്യൻസ് ആണത്. ചന്ദ്രയാനിലെ പ്രഗ്യാൻ എന്ന റോവറിനെ ചലിപ്പിക്കുന്നത് എന്താണ്? ഇലക്ട്രിക് മോട്ടോറുകളാണ്.
ചന്ദ്രയാനിലെ പ്രഗ്യാൻ എന്ന റോവറിനെ ചലിപ്പിക്കുന്നത് ഇലക്ട്രിക് മോട്ടോറുകളാണ്. ചന്ദ്രയാനെ ഭൂമിയിൽ നിന്ന് ഉയർത്തുവാൻ ഉപയോഗിക്കുന്ന റോക്കറ്റ്, അതിൻ്റെ പേരാണ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 4. ചന്ദ്രയാനെ ഭൂമിയിൽ നിന്ന് ഉയർത്താൻ ഉപയോഗിക്കുന്ന റോക്കറ്റാണ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 4. ചന്ദ്രയാൻ 2-വിൽ ഉണ്ടായിരുന്നതും ചന്ദ്രയാൻ 3-യിൽ ഇല്ലാത്തതുമായ ഘടകം എന്താണ്? ചന്ദ്രയാൻ 2-വിൽ ഉണ്ടായിരുന്നതും ചന്ദ്രയാൻ 3-യിൽ ഇല്ലാത്തതുമായ ഘടകമാണ് ഓർബിറ്റർ. ഓർബിറ്ററാണ് ചന്ദ്രയാൻ 3-യിൽ ഇല്ലാത്തത്. എന്നാലോ ചന്ദ്രയാൻ 2-വിലുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, 2021-ൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2021-ൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പി വത്സല. പി വത്സലയുടെ കൃതികൾ ഏതൊക്കെയെന്ന് നോക്കാം. പി വത്സലയുടെ പ്രധാനപ്പെട്ട കൃതികൾ എൻ്റെ പ്രിയപ്പെട്ട കഥകൾ, ഗൗതമൻ, ആഗ്നേയം, മരച്ചോട്ടിലെ വെയിൽ ചീളുകൾ, മലയാളത്തിൻ്റെ സുവർണ കഥകൾ, വേറിട്ടൊരു അമേരിക്ക, അശോകനും അയാളും, വത്സലയുടെ സ്ത്രീകൾ, മൈഥിലിയുടെ മകൾ, പേമ്പി, ആദിജലം, നെല്ല് അത് നോവലാണ്, കൂമൻകൊല്ലി, വിലാപം, നിഴലിറങ്ങുന്ന വഴികൾ, പോക്കുവെയിൽ, പൊൻവെയിൽ, എരണ്ടകൾ. അപ്പോൾ ഇത് ഒത്തിരി കൃതികളുണ്ട്. പക്ഷെ ഇതെല്ലാം ഇപ്പോൾ എഴുതിയേക്കണത് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പഠിച്ചിരിക്കണം. കാരണം എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് 2021-ൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി വത്സലയ്ക്കാണ്. അപ്പോൾ ആ പി വത്സലയ്ക്ക് സമഗ്ര സംഭാവനകൾക്ക് വേണ്ടിയിട്ടുള്ള പുരസ്കാരമാണ് എഴുത്തച്ഛൻ്റെ. അപ്പോൾ ആ പുരസ്കാരം ലഭിച്ചത് കൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി വത്സല PSC പരീക്ഷകൾക്ക്. അപ്പോൾ അതുകൊണ്ട് അത് എങ്ങനെ വേണേലും ചോദിക്കാം ക്വസ്റ്റ്യനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചിരിക്കണം. അടുത്തത് എഴുത്തച്ഛൻ പുരസ്കാരത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. എഴുത്തച്ഛൻ പുരസ്കാരം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സർക്കാരിൻ്റെ കേരള സാഹിത്യ അക്കാദമി നൽകുന്ന ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പോൾ കേരള സർക്കാരിൻ്റെ കേരള സാഹിത്യ അക്കാദമി നൽകുന്ന ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ പേരിലാണ് പുരസ്കാരം. അപ്പോൾ മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛനാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് കേരള സർക്കാരിൻ്റെ കേരള സാഹിത്യ അക്കാദമി നൽകുന്ന സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും. എഴുത്തച്ഛൻ പുരസ്കാരം 1993-ലാണ് ആരംഭിച്ചത്. 1993-ൽ എഴുത്തച്ഛൻ പുരസ്കാരം ആരംഭിച്ചു. ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നേടിയത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മിക്ക PSC ക്വസ്റ്റ്യനിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ് എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ശൂരനാട് കുഞ്ഞൻ പിള്ള. 1993-ലാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആരംഭിച്ചത്. അന്ന് പുരസ്കാരം കിട്ടിയത് ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ്. ഇനി പുരസ്കാര ജേതാക്കൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. 1993-ലെ ശൂരനാട് കുഞ്ഞൻ പിള്ള, 1994-ലെ തകഴി ശിവശങ്കരപ്പിള്ള, 1995-ലെ ബാലാമണിയമ്മ, 1996-ലെ KM ജോർജ്, 1997-ലെ പൊൻകുന്നം വർക്കി, 98-ലെ MP അപ്പൻ, 99-ലെ KP നാരായണ പിഷാരടി, 2000-ലെ പാലാ നാരായണൻ നായർ, 2001-ലെ OV വിജയൻ, 2002-ലെ കമല സുരയ്യ, 2003-ലെ T പത്മനാഭൻ, 2004-ലെ സുകുമാർ അഴീക്കോട്, 2005-ലെ S ഗുപ്തൻ നായർ, 2006-ലെ VV അയ്യപ്പൻ അല്ലെങ്കിൽ കോവിൽ എന്നും കൂടി അറിയപ്പെടുന്നു.
2007 ONV കുറുപ്പ്, 2008 അക്കിത്തം അച്യുതൻ നമ്പൂതിരി, 2009 സുഗതകുമാരി, 2010 M ലീലാവതി, 2011 MT വാസുദേവൻ നായർ. 2012 ആറ്റൂർ രവിവർമ്മ, 2013 MK സാനു, 2014 വിഷ്ണു നാരായണ നമ്പൂതിരി, 2015 പുതുശ്ശേരി രാമചന്ദ്രൻ, 2016 C രാധാകൃഷ്ണൻ, 2018 M മുകുന്ദൻ, 2019 ആനന്ദ്, 2020 സക്കറിയ, 2021 P വത്സല, 2022 സേതു, 2023 ഡോക്ടർ SK വസന്തൻ, 2024 NS മാധവൻ. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം വരെ ഉള്ള എല്ലാ എഴുത്തച്ഛൻ പുരസ്കാര ജേതാക്കളെയും പേരാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് വർഷം വേണമെങ്കിലും അവർക്ക് ചോദിക്കാം കേട്ടോ. അപ്പം 2021 P വത്സല, 2022 സേതു, 2023 ഡോക്ടർ SK വസന്തൻ, 2024 NS മാധവൻ. ഈ 4 പേരൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള ഇതായതുകൊണ്ട് അവരുടെ കൃതികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. മറ്റേത് പഠിക്കണ്ടെന്നല്ല, അതും അറിഞ്ഞിരിക്കണം. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ 4 പേരുടെയും കൂടി അറിഞ്ഞിരിക്കണം. 2021 P വത്സലയ്ക്കാണ്. P വത്സലയുടെ നമ്മൾ ആദ്യം തന്നെ കണ്ടു, അദ്ദേഹത്തിൻ്റെ കൃതികൾ കണ്ടു. ഇനി രണ്ടാമത്തത് 2022 സേതു ആണ്. അത് നമ്മൾ വരുമ്പോഴേ കാണും. ഇപ്പോൾ 2023 ഡോക്ടർ SK വസന്തൻ്റെ കൃതികൾ ഏതൊക്കെയെന്ന് നോക്കാം. ഡോക്ടർ SK വസന്തൻ്റെ കൃതികൾ 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ്. കേരള സംസ്കാര ചരിത്ര നിഘണ്ടു. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കേരള സംസ്കാര ചരിത്ര നിഘണ്ടു എഴുതിയത് ആരാണ്? SK വസന്തൻ. നമ്മൾ നടന്ന വഴികൾ, പടിഞ്ഞാറൻ കാവ്യമീമാംസ, സാഹിത്യ സംവാദങ്ങൾ എന്നിവയാണ് പ്രമുഖ കൃതികൾ. അപ്പോൾ ഒന്നുകൂടിയും പറയാം. കേരള സംസ്കാര ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ, പടിഞ്ഞാറൻ കാവ്യമീമാംസ, സാഹിത്യ സംവാദങ്ങൾ എന്നിവയാണ് SK വസന്തൻ്റെ കൃതികൾ, പ്രമുഖ കൃതികൾ. ഇനി NS മാധവൻ. NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചിട്ടുണ്ട്. NS മാധവൻ. അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരങ്ങളാണ് ഹിഗിറ്റ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹിഗിറ്റ, ചൂളൈമേട്ടിലെ ശവങ്ങൾ, തിരുത്ത്, അതൊന്നും ചെറുകഥയാണ്, പര്യായ കഥകൾ, പഞ്ചകന്യകകൾ, ഭീമച്ചൻ, ലത്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ, അത് നോവലാണ്. അപ്പോൾ എന്തൊക്കെയാണ് കഥാസമാഹാരങ്ങൾ? ഹിഗിറ്റ, ചൂളൈമേട്ടിലെ ശവങ്ങൾ, തിരുത്ത് ചെറുകഥയാണ്, പര്യായ കഥകൾ, പഞ്ചകന്യകകൾ, ഭീമച്ചൻ, ലത്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ, അത് നോവലാണ്. ഇത്രയുമാണ് NS മാധവൻ്റെ വളരെ പ്രമുഖമായ കൃതികൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 1.25 കോടി മലയാളികൾ. അതും ഒരു കൃതിയാണ് കേട്ടോ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? EMS നമ്പൂതിരിപ്പാട്. ഓപ്ഷൻ ഡി ആണ് EMS നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ജവഹർലാൽ നെഹ്റു, 1.25 കോടി മലയാളികൾ, കേരളം മാതൃഭൂമി, കേരളത്തിലെ ദേശീയ പ്രശ്നം, ഗാന്ധിയും ഗാന്ധിസവും, കമ്മ്യൂണിസം കെട്ടിപ്പടുക്കുന്നവരുടെ കൂടെ, കാറൽ മാർക്സ് പുതുയുഗത്തിൻ്റെ വഴികാട്ടി, ആത്മകഥ, സാംസ്കാരിക വിപ്ലവം, മതം മാർസിസവും മലയാള സാഹിത്യവും, ഇന്ത്യ ചരിത്രത്തിലേക്ക് ഒരെത്തിനോട്ടം, സോഷ്യലിസം സിദ്ധാന്തവും പ്രയോഗവും. അത്രയുമാണ് EMS നമ്പൂതിരിപ്പാടിൻ്റെ പ്രശസ്തമായ കൃതികൾ. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത്?
സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചാൽ 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏതാണ് ആൻസർ? സി ആണ്. നിഴലുറങ്ങുന്ന വഴികൾ. അത് ആരുടെയാണ്? പി വത്സലയുടെയാണ്. നമ്മൾ പി വത്സലയുടെ കൃതികളൊക്കെ പഠിച്ചു അല്ലേ? പി വത്സലയ്ക്ക് എന്നാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്? 2021. ഓക്കെ. അപ്പോൾ പി വത്സല രചിച്ച നോവലാണ് നിഴലുറങ്ങുന്ന വഴികൾ. 1976 ഈ നോവല് സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഈ നോവലിന്. സേതുവിൻ്റെ പ്രമുഖ കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ്. നനഞ്ഞ മണ്ണ്, പാണ്ഡവപുരം, അറിയാത്ത വഴികൾ, നിയോഗം, കൈമുദ്രകൾ, അടയാളങ്ങൾ, പാണ്ഡവപുരം, മറുപിറവി, പെണ്ണകങ്ങൾ, പേടിസ്വപ്നങ്ങൾ. അപ്പോൾ പാണ്ഡവപുരം 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, സാരില്ല. അപ്പോൾ എന്തൊക്കെയാണ് സേതുവിൻ്റെ കൃതികൾ? നനഞ്ഞ മണ്ണ്, പാണ്ഡവപുരം, അറിയാത്ത വഴികൾ, നിയോഗം, കൈമുദ്രകൾ, അടയാളങ്ങൾ, മറുപിറവി, പെണ്ണകങ്ങൾ, പേടിസ്വപ്നങ്ങൾ. അപ്പോൾ ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസും അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും തീർന്നു. ഇനി അടുത്ത ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വേഗം തന്നെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.